ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എനിക്ക് ഇച്ചിരി പെട്ടെന്നൊരു ചുമയൊക്കെ ഉണ്ടായി. ഡ്രൈ കഫ് അതെന്ന് പറയുന്നത് പകലൊന്നും കുഴപ്പമില്ലായിരുന്നു, രാത്രി ആയണേ ഭയങ്കര പ്രശ്നം. എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, ചുമച്ച് ഇവിടൊക്കെ അങ്ങ് സ്വെല്ലിങ്. ഇന്നലെ ഭയങ്കര സ്വെല്ലിങ് ആയിരുന്നു. ഇന്ന് പിന്നെ കുറവുണ്ട്. അപ്പം പിന്നെ ഡ്രൈ കഫിൻ്റെ കഫ് സിറപ്പ്, ഡ്രൈ കഫും പോട്ടെ, അലർജിക് കഫിൻ്റെ കഫ് സിറപ്പ് വാങ്ങിച്ച് കുടിച്ച് അതിലിച്ചിരി CPM അങ്ങനെ ഈ ഇത്തിരി അത് കുടിച്ചാൽ നമുക്ക് ഇച്ചിരി ഉറക്കമൊക്കെ വരും. അത് ഇന്ന് ഞാൻ കുടിച്ചിട്ട് ഇപ്പോൾ ഉച്ചയ്ക്കും പോട്ടെ 3 മണിയൊക്കെ കഴിഞ്ഞൊന്ന് കിടന്നാണ് ഒരു ഇച്ചിരി മയക്കം പോലെ വന്ന്. 2 ദിവസം ഉറങ്ങാനും പറ്റുന്നില്ല. ഇങ്ങോട്ട് കുത്തിയുള്ളൊരു ചുമയെന്ന് വെച്ചാൽ എന്തോ ചുമ, മനുഷ്യനെ കൊല്ലുന്ന ചുമയായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് വീട്ടിലെ പരിപാടികളൊക്കെ ഇത്തിരി ഓസാളപ്പണികളായിരുന്നു. എന്നാലും രാവിലെ 5 മണിക്ക് എണീറ്റേ ഒക്കത്തുള്ളൂ. കാരണം ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ രാത്രിയിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വയ്യായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പ്രൈസിനെ വിടത്തില്ലായിരുന്നു. എന്തോ അതിന് 5 മണിക്ക് ഇരുന്നിരുന്നു 2-3 മണി വരെയും ഞാൻ കിടന്നിട്ടില്ല. പിന്നെ അങ്ങോട്ട് ഇച്ചിരി മയക്കം വന്നപ്പം അലാറം അടിക്കാൻ തുടങ്ങി. ഇവനില്ലേ, ഈ ഇതിന് August 15 ആരോടും ചോദിക്കാതെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്ത് അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം പിന്നെ വിടാതിരിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങ് വിട്ടതാണ്. പിന്നെ ആളില്ല, ഇതുപോലെ വയ്യാതെ വന്നോണ്ടേ പ്രീത പറഞ്ഞായിരുന്നു, വിജി ഇച്ചിരി ഇങ്ങനെ ഓർഡർ ചെയ്ത ബ്രെഡും ജാമും കൊടുത്തു വിട്ടാൽ പോരായിരുന്നു. അത് പിന്നെ ഇവിടെ ഒന്നീ ശ്രീകണ്ഠോ ജാമോ ഇവിടെ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് എനിക്ക് റീച്ചാൻ പറഞ്ഞ്, നീ എണ്ണീക്കണ്ട, അലാറം അടിച്ചോണ്ട് പറഞ്ഞ് എണ്ണീക്കണ്ട, ഞാൻ ചെയ്തോളാന്ന്. അതെൻ്റെ അഹങ്കാരമാണ്. അവർ എത്ര ചെയ്താലും നമ്മളടുത്ത് വന്ന് ചോദിക്കും എന്തുവാ എങ്ങനെയാണെന്നൊക്കെ. അതിനേക്കാൾ നല്ലത് ഞാൻ പിന്നെ കിച്ചണിൽ പോയിട്ട് അവന് എങ്ങനെയും ഒരു വിധത്തിൽ അവനുള്ള ബ്രെഡും ഇരിപ്പുണ്ടായിരുന്നു. ബ്രെഡും ജാമും കൂടെ അവന് ടിഫിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി വെളിയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റേച്ചാൻ വട വാങ്ങിക്കാനായിട്ടാണ് പോയത്. അപ്പം വട കിട്ടിയില്ല. മിസൽ പാവ വാങ്ങിച്ചുകൊണ്ട് വന്നത്. എനിക്കത് അത്ര ഇഷ്ടമല്ല. അതൊരു ഇച്ചിരി എരിവാണ്, വെറും വെള്ളം പോലിരിക്കും. അത് നമ്മുടെ ഈ മുംബൈയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഇച്ചിരി എരിവാണ് അതിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത്, എന്നാലും അങ്ങനെ വലിയതായിട്ടൊന്നും ചെയ്തില്ല. ഇന്നലത്തേക്ക് അതുകൊണ്ട് ഒരു നേരത്തേക്കിന് ആഹാരത്തിന് ഉള്ള കൂട്ടാൻ മതിയല്ലേ. ചപ്പാത്തിക്ക് എങ്ങനെയും ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ഇത് മതിയില്ല. അതുകൊണ്ട് അങ്ങനെ ഔസാന്ന് പറഞ്ഞൊക്കെ അങ്ങ് ചെയ്തു. ഇനിയുള്ള വീഡിയോയിലോട്ട് നമുക്ക് പോകാമേ. അപ്പോൾ ഇതാണ് മിസൽ പാവ്. അപ്പോൾ ഇത്രയും സവാളയൊന്നുമില്ല. എനിക്കൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ സവാള ഇച്ചിരി കപ്പലണ്ടി ഉണ്ടായിരുന്നു, അതുകൂടെ ഒക്കെ എടുത്തിട്ടതാണ്. ഇത് കടലയും വട്ടാണയൊക്കെ ഇട്ട് വേവിച്ച് അതിൻ്റെ അകത്ത് ഇത്തിരി ഈ മിസൽ പാവിൻ്റെ മസാലയൊക്കെ ഇട്ട് എടുക്കുന്നതാണ് ഈ മിസൽ പാവ്. നേരെ ചുമ വന്നുണ്ടെങ്കിൽ ഈ നെബുലൈസേഷനും കഫ് സിറപ്പൊക്കെ കുടിച്ച് ഇപ്പം നമുക്ക് അതിൻ്റേതായ ഒരു ഷിവറിങ് പോലൊക്കെ ശരീരത്ത് വരും. അപ്പോൾ എനിക്ക് എങ്ങനെയും പെട്ടെന്നൊരു ചപ്പാത്തിക്കൊരു കൂട്ടാൻ ഉണ്ടാക്കണം. അതിന് ഞാൻ ഉരുളൻകിഴങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ചാൽ അതാ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. പച്ചക്കറിയൊന്നും അരിയണ്ടല്ലേ. അപ്പം അതൊന്ന് തോരൻ വയ്ക്കാനായിട്ട് ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് പിന്നെ അതൊന്ന് അടപ്പത്ത് വെക്കാമെന്ന് വെച്ച് ഇച്ചിരി സവാളയൊക്കെ ഇട്ട് കുറച്ച് തേങ്ങ തിരുമിയത് ഇരിപ്പുണ്ടായിരുന്നു അതുകൂടെ. അന്ന് രാവിലെ ഞാൻ എനിക്ക് എണീറ്റ് പോയി പാല് കാച്ചാൻ പോലും വയ്യായിരുന്നു. പാവം കുഞ്ഞ് എണീറ്റിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നൊന്നുമില്ല. പിന്നെ ഞാൻ പല്ല് തേച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളൊരു ബ്രെഡും ജാമും. രാവിലെ അവനും കഴിക്കാൻ തോന്നത്തില്ല. അപ്പം അത് കഴിഞ്ഞ് റേച്ചാൻ പോയി പാല് കാച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട്, അല്ലെങ്കിൽ ഇവനെ എണ്ണിപ്പിക്കാൻ വേണ്ടി ഞാൻ കുടിക്കാൻ കൊടുത്തിട്ടല്ല എണ്ണിപ്പിക്കുന്നത്. അന്നേരം അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു ഉഷാറുണ്ടായിരിക്കുമല്ലേ. അപ്പോൾ ഇന്ന് അവൻ എണീറ്റെല്ലാം പോയി കഴിഞ്ഞിട്ട് അവൻ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെയും കൊച്ചങ്ങ് മനസ്സിലാക്കി അവൻ കേട്ടോ, സാരമില്ല മമ്മി എന്ന് പറഞ്ഞിട്ട്. പിന്നെ റീച്ചാൻ ഞാൻ അതുണ്ടാക്കി കൊടുത്ത് അപ്പം ബ്രഷെല്ലാം ചെയ്തിട്ട് അപ്പോൾ അവന് കുടിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ഈ രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെഡ് കോഫി പോലെ കൊടുക്കുന്നതൊരു വേറെ അല്ലാതെ അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കുടിക്കുന്നത് വേറെ രീതി. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട. പപ്പ പറഞ്ഞു വേണ്ട, കുടിച്ചിട്ട് പോയേക്കത്തുള്ളത്. ഈ പ്രൈസമ്മോനുണ്ടല്ലോ, ഞാനിരുന്ന് ചുമയ്ക്കുവാണെങ്കിൽ
ഇതിനുണ്ടെങ്കിൽ അവൻ ഉറക്കത്തിലാണെങ്കിലും ഒന്ന് തടവും നമ്മളെ. പക്ഷേ ആൾ ഉറക്കത്തിൽ ആയിരിക്കും, ഇച്ചിരി ഒന്ന് എണീറ്റിട്ട് ഇങ്ങനെ തടവിട്ട് അങ്ങ് വീണ്ടും കിടക്കും. അത്രയും ആ കൊച്ചു ചെയ്യുമല്ലോ. അതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് ഒത്തിരി നമ്മുടെ ഒരു മനസ്സിനൊരിതാണ്. അപ്പോൾ രാവിലെ പിന്നെ ഞാൻ പറഞ്ഞൊരു കൊച്ചിനെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കയറി കിടന്ന്, എനിക്ക് തീരെ വയ്യായിരുന്നെന്ന്. അപ്പം ഞാനീ ചുമക്കുന്നേയും ഇങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെ പോകുന്നതൊക്കെ അപ്പച്ചൻ കേൾക്കുന്നുണ്ട്. അപ്പച്ചൻ കാണുന്നുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ രാവിലെ പോൾമോനോട് പറയുന്നത് കേട്ടോ, എടാ മമ്മി രാത്രി മൊത്തം ചുമയായിരുന്നു, മമ്മിയെ ഡിസ്റ്റർബ് ചെയ്യല് അലപ്പിക്കല് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അന്നേരം എനിക്ക് മനസ്സിലായത് അപ്പച്ചൻ ഇതെല്ലാം കേൾക്കുമായിരുന്നു എന്നുള്ള. അപ്പച്ചൻ രണ്ട് കൂട്ടം അവർ ഇച്ചിരി സൗണ്ട് ഉണ്ടെങ്കിൽ എണീക്കും, ഉണരും. പക്ഷേ ഇവരൊക്കെ റീച്ചാനൊക്കെ ഉറങ്ങിയാൽ പിന്നെ അങ്ങ് ഉറങ്ങും. ഓക്കെ, എനിക്ക് ഇന്നലെ സൗണ്ട് ഇങ്ങനെ ആയിരുന്നു. നമുക്ക് ഇന്നലെ എന്തോ ഇറിറ്റേഷൻ എന്നറിയാമോ. നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കത്തില്ല അതിൻ്റെ വില എന്തോന്ന്. എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അസ്വസ്ഥത മനസ്സിലാവുന്നത്. ഞാൻ ഇന്നലെ പയറരിഞ്ഞ് വെച്ചായിരുന്നു നേരത്തെ. ഈ ഉച്ചയ്ക്കെങ്ങാണ്ട് സമയം കിട്ടുമ്പോൾ എപ്പോഴാണെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് അങ്ങ് എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് വെക്കും. അതുകൊണ്ട് ഇന്നിപ്പോൾ അതെടുത്തെളുപ്പം അങ്ങ് കൂട്ടാൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഒടിയൻ പയറുണ്ടായിരുന്നല്ലോ, അത് തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് ഞെവിടിയിട്ട്. അപ്പം മോരുകറി വെക്കുവാണെങ്കിൽ ഞാൻ മോരുകറി ഒരു 1-2 ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ അതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ വേറെ എന്തെങ്കിലും കറി പിറ്റേ ദിവസം ഉണ്ടാക്കിയിട്ട് പിന്നെ എന്നേലും അത് വീണ്ടും എടുക്കും. അപ്പം മോരുകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എമർജൻസിക്ക് വേണമെങ്കിൽ ഇവർക്ക് അച്ചാർ കൊടുക്കാം, മുട്ട വേണമെങ്കിൽ മുട്ട പൊരിക്കാം, അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കാമെന്ന് വെച്ചു. ഇവിടെ വയ്യാത്തതിൻ്റെ അന്ന് എന്തൊരു മുട്ട പൊരിപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ താനേൽ അവിടെ താമസിക്കുന്നുണ്ട്. താനെ ഞാൻ പണ്ട് ജോലി ചെയ്തുകൊണ്ട് ശാന്തി നല്ലവിടെ. അപ്പോൾ അവിടെയൊക്കെ ഈ ചൂരയൊക്കെ കിട്ടും. അവിടെയൊക്കെ മീനൊക്കെ ഇച്ചിരി നല്ല വില കുറച്ച് കിട്ടും. അപ്പോൾ കേരയല്ല, അല്ലാത്ത ചൂരയൊക്കെ കിട്ടി മീനുണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഇവരുടെ ഉപവാസമായിരിക്കുമല്ലോ, അപ്പം നമുക്ക് ഇത്തിരി മീൻ വില കുറച്ചൊക്കെ കിട്ടും. മീൻ കാണാനേ ഇല്ല. റീച്ചാൽ എന്നിട്ട് ഇവിടെ നോക്കിയുണ്ടെങ്കിൽ 6 മത്തി 200 രൂപ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അത് ഒരു ദിവസം കഴുകിയില്ലെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് തന്നെ മെനക്കേട്. അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ അങ്ങ് ഇട്ട് ഇവിടുത്തെ അങ്ങ് വിരിച്ച്, പിന്നെ പോള് വരാറാവുമ്പം അവിടുത്തെ അവനങ്ങ് വിരിക്കാമെന്ന് വെച്ച്. ഇപ്പോൾ എനിക്കാവുമായിരുന്നെങ്കിൽ, എനിക്ക് പകലങ്ങനെ വലിയ ചുമയായിട്ടൊന്നുമില്ല. രാത്രിയിൽ കിടക്കാൻ നേരം അങ്ങോട്ട് തല ചായ്ക്കുമ്പോൾ കുത്തി അങ്ങ് ചുമയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഒത്തിരി ആശ്വാസം ഉണ്ടേ, അലർജിക് കഫ് സിറപ്പ് കുടിച്ചേ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അതിനും ഒട്ടും കുറവില്ലല്ലേ. പ്രീസമോൻ അപ്പോഴത്തേക്കിന് വന്നായിരുന്നു. അവൻ വന്നിട്ട് അവന് രാവിലത്തെ മിസൽ പാവിൻ്റെ അത് കൊടുത്തു. അവൻ രാവിലെ അത് കഴിച്ചില്ല. അവൻ പോയി കഴിഞ്ഞിട്ടാണ് അത് വാങ്ങിച്ചത്. അവന് ഞാൻ പറഞ്ഞില്ലേ ബ്രെഡും ജാമും കൊടുത്തു വിടുമായിരുന്നെന്ന്. ഇതൊക്കെയാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, മിസൽ പാവും വടയും അങ്ങനെയൊക്കെയുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അനു പകരത്തിന് ഒരാളെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. അവർ വന്നാണ് ഞാൻ നെബുലൈസേഷൻ എടുത്തുകൊണ്ടിരിക്കുക. പാവത്തിന് ചോദിക്കാൻ അറിയത്തില്ലേലും ആക്ഷൻ ചോദിക്കുക. മീൻസ് ഇവർ ഈ പറയുന്ന മറാഠി നമുക്ക് മനസ്സിലാവും, പക്ഷേ തിരിച്ചങ്ങോട്ട് പറയാനാ വയ്യാത്ത, എന്തോ വയ്യേന്നൊക്കെ. ഇനിയിപ്പം ഞാൻ അടുത്ത ക്ലിപ്പ് കാണിക്കുന്നത് പ്രീസമ്മോൻ്റെ നാളത്തെ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂം ടീച്ചർ കൊടുത്തു വിട്ടായിരുന്നു. അത് ഞാനൊന്ന് അവരെ ഇടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ആദ്യത്തെ സംഭവമാണ് ഞങ്ങളുടെ പ്രീസമ്മോൻ്റെ ഒരു പ്രോഗ്രാമിന്. ഒന്നിനും ചേരത്തില്ല ആൾ. അവന് എന്തോ നാണമാണോ എന്തുവാന്ന് എനിക്കറിയത്തില്ല. പ്രീസമ്മോൻ്റെ നാളത്തെ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂമാണ്. നാളെ എന്തുവാ, ആരായിട്ടാ? ബ്രിട്ടീഷുകാർ. ആദ്യമായിട്ട് ആൾ തന്നെത്താൻ പോയി ചേർന്നു. പിന്നെ വീണ്ടും പറഞ്ഞ് ഞാൻ ചേരുന്നില്ല, വീണ്ടും ചേർന്നു. ഇന്ന് പ്രാക്ടീസ് ചെയ്യണ എല്ലാം കറക്റ്റായിരുന്നോ?
പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? തൊപ്പി ഇങ്ങോട്ട് മാറ്റം, നിന്നെ കാണുന്നില്ല, സൈഡിലോട്ടാക്ക്. ഉറക്കെ പറ. എനിക്ക് സ്റ്റേജിൽ പോകണം. ഫസ്റ്റ് എനിക്ക് ഇത് പുഷ് 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 ചെയ്യണം. പിന്നെ പിന്നെയും എനിക്ക് വരണം. പിന്നെ ലാസ്റ്റ് ടൈം ഇവിടെ സർക്കിൾ ഉണ്ട്, അവിടെ ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റിൽ എനിക്ക് പോകണം സ്ട്രേറ്റ് മാർച്ച് പാസ്റ്റ് ടൈമിൽ എനിക്ക് സ്ട്രേറ്റ് അവിടെ സെൻട്രലിൽ സ്റ്റാൻഡ് ചെയ്യണം. ഇവൻ ഇത്രയും വർഷമായിട്ട് ഒന്നിനും ചേർന്നിട്ടില്ല. അപ്പം ഞങ്ങൾ പറയും, എടാ എന്തിനേലും ഒക്കെ ചേരണം, എന്തെങ്കിലും പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്താലല്ലേ ഇവരുടെ ഈ പേടി മാറത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ അറിയുന്നത് ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോഴാണ്, ഈ പിള്ളേരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൻസ് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളോട് പോലും പറയാതെ ആൾ പോയി ചേർന്നിട്ട് വന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ടീച്ചറുടെ എന്ന് പറഞ്ഞ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ്, എന്തിനാ നീ അങ്ങനെ പറഞ്ഞാൽ, ഞങ്ങൾക്ക് പോലും അറിയത്തില്ലായിരുന്നു, നീ എന്തിനാ അങ്ങനെ പറഞ്ഞാൽ, നീ അതിൽ ചേര്, സാരമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മമ്മി എനിക്കൊക്കെ പേടിയാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത്രയും ക്ലാസ്സിൽ പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് ഇവന് ഞാൻ പറഞ്ഞില്ല, ഈ പിന്നെ ഗെയിം കാണുമ്പോൾ ഈ ഇങ്ങനെ വെടി വെക്കുന്ന ഇത്, അത് അവന് തോക്ക് കൈ ഇല്ലെങ്കിൽ തന്നെ അവൻ തന്നെത്താൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൈ പെൻസിൽ ബോക്സോ എന്തോ കിട്ടുമെന്നേലും ചെയ്യും. അതവൻ നന്നായിട്ട് ചെയ്യും. അതുപോലൊക്കെ അവന് ചെയ്യേണ്ടിയത്. അങ്ങനെ ഞാൻ പറഞ്ഞ് സാരമില്ല, നീ അത് അവൻ പറഞ്ഞ് ഞാൻ എവിടെ പോയി നിൽക്കേണ്ടിയെന്നൊക്കെ എനിക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്ന് നോട്ട് ചെയ്ത് ഏത് കൊച്ചിൻ്റെ പുറകിലാണ് പോയി നിൽക്കേണ്ടിയെന്നൊക്കെ. അപ്പോൾ പിന്നെ പറഞ്ഞു, ആ മമ്മി എനിക്ക് പറഞ്ഞ് തന്ന ആ ഐഡിയ എനിക്ക് മനസ്സിലായി, അതായത് അവൻ പറഞ്ഞ് ഇന്ന് നല്ല സന്തോഷത്തിലാണ് വന്നത്, നന്നായിട്ട് പെർഫോമൻസ് ചെയ്തെന്ന് പറഞ്ഞു. നമ്മളൊക്കെയോ പോയിട്ടില്ല. എനിക്കും സ്റ്റേജ് പ്രോഗ്രാം ഭയങ്കര പേടിയാണ്, വിറയ്ക്കും. ഇപ്പോഴേ ഈ പിള്ളേരിങ്ങനെ പോയാലേ അവരുടെ പേടിയൊന്നും മാറത്തുള്ളൂ. പ്രൈസ് കിട്ടുമോ അതൊന്നും വേണ്ട. ജിയോന്ന് സാധനം ഓർഡർ ചെയ്ത് വന്നെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.